ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നാരായണി വ്ളോഗ്സ്. ഇന്ന് ഞങ്ങൾ പോയത് ഊട്ടിയിലെ റോസ് ഗാർഡനിലേക്കാണ്. പണ്ട് TTC പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഊട്ടിയിൽ പോയതാണ്. അന്ന് സ്റ്റഡി ടൂർ കർണാടക, ഊട്ടി അങ്ങനെ പല സ്ഥലങ്ങളിലായിരുന്നു, ബാംഗ്ലൂർ. അതിനുശേഷം ഫാമിലി ആയിട്ട് പിന്നീടും ഞാൻ ഊട്ടിയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം, റോസ് ഗാർഡൻ എന്ന് പറയുമ്പോൾ ഫുള്ള് റോസാ ചെടികളാണ് അവിടെ നിറയെ. അതുപോലെ തന്നെ പല വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സ് അവിടെ ഉണ്ട്. അപ്പോൾ അവരെല്ലാം നല്ല വൃത്തിയായിട്ട് നല്ല കെയർ ചെയ്തിട്ടാണ് ഓരോ ചെടിയെയും സംരക്ഷിക്കുന്നത്. അവരെല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. അതുപോലെ പല ഷേപ്പിൽ അവർ ചെടികളെല്ലാം വെട്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. കാണാൻ തന്നെ നല്ല മനോഹരമായിരുന്നു. അതുപോലെ നമ്മൾ ചെന്ന സമയത്ത് തണുപ്പുണ്ടായിരുന്നില്ല, പക്ഷേ നമ്മൾ ഏകദേശം ഒരു 2 മണിക്കൂറോളം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു. കുറേ നേരമൊക്കെ ആയപ്പോഴത്തേക്ക് തണുപ്പ് വരാൻ തുടങ്ങി. അപ്പം നമ്മൾ കുറേ ഫ്ലവേഴ്സിൻ്റെ അതും നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ ചെറിയ റോസാ ചെടികളാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതെല്ലാം വലിയ ടൈപ്പിലുള്ള റോസാ ചെടികളായിരുന്നു മുഴുവൻ. അതുപോലെ ഫോട്ടോ എടുക്കാൻ പറ്റിയ മനോഹരമായിട്ടുള്ള സ്ഥലമായിരുന്നു. നമ്മൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ വീഡിയോയുടെ അവസാന ഭാഗത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മുടെ കൂടെ ഒരു ഫാമിലീസ് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായി ആ സ്ഥലങ്ങളൊക്കെ കണ്ടപ്പോൾ. അവനപ്പോൾ അവിടെ ഇരുന്ന് ഓട്ടവും ചാട്ടവും കളികളായിരുന്നു ഫുൾ ടൈം. അവൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ, അപ്പോൾ അവൻ ഫോട്ടോ ഒന്നും എടുക്കാനായിട്ട് ഞങ്ങൾ കൊണ്ട് സമ്മതിപ്പിക്കുന്നേ ഉണ്ടായിരുന്നില്ല. അവൻ ഫുൾ ടൈം ചെടികളിലെല്ലാം ഇങ്ങനെ തൊട്ട് തൊട്ട് കളിക്കുകയായിരുന്നു. പിന്നെ നമുക്കവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് കുറേ കൊച്ചു ഇരിപ്പിടങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മൾ ആകെ കുഴഞ്ഞ് ടയേർഡാവുന്ന സമയത്തല്ല നമ്മളവിടെ ഇരുന്ന് റെസ്റ്റൊക്കെ ചെയ്തിട്ടാണ് അവിടെ ഇരുന്ന് പോരുന്നത്. പിന്നെ അവിടുന്ന് തന്നെ നമ്മളതെല്ലാം കണ്ടിറങ്ങിയതിന് ശേഷം നമ്മൾ അതിൻ്റെ തന്നെ നിയറസ്റ്റ് ആയിട്ടുള്ള പ്ലേസാണ് അവിടുത്തെ ഊട്ടിയിലെ ബോട്ട് ഹൗസ്. പിന്നെ നമ്മൾ അങ്ങോട്ടേക്കാണ് പോയത്. അപ്പോൾ അവിടെയും കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കാണാൻ.
ഫസ്റ്റ് വന്നിട്ട് പല വെറൈറ്റീസ് ബോട്ടുകളുണ്ടായിരുന്നു. നമുക്ക് എങ്ങനെ വേണം, കൊട്ടവഞ്ചി, അതുപോലെ തന്നെ നമുക്ക് പെൻഡൻ ടൈപ്പ് ബോട്ട്, അല്ലാതെ ഹൗസ് ബോട്ട്, അങ്ങനെ പല തരത്തിലുള്ള ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു. അവിടെ തന്നെ കുട്ടികൾ കളിക്കാനുള്ള ഒരു പാർക്കിംഗ് ഗ്രൗണ്ട്, അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ പോയത് അവിടെ തന്നെയാണ് നമ്മുടെ ഊട്ടി ട്രെയിൻ ഉള്ളത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഇവിടെയൊക്കെ കുറേ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ അങ്ങോട്ടേക്കാണ് പോയത്. കാരണം ഊട്ടിയിൽ പോയിട്ട് ഊട്ടി ട്രെയിനിൽ പോയിട്ടില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ച് നമ്മൾ ഊട്ടി ട്രെയിനിൽ കയറിയിട്ട് തന്നെ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഊട്ടി ട്രെയിൻ കാണാനായിട്ട് പോയി. നമ്മളവിടെ ചെന്ന സമയത്ത് ട്രെയിൻ അവിടെ ഇല്ലായിരുന്നു, ആളുകളെയും കൊണ്ട് പോയേക്കുമായിരുന്നു. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യുമായിരുന്നു അവിടെ. അങ്ങനെയായിട്ട് അങ്ങോട്ട് ടിക്കറ്റ് എടുക്കാനായിട്ട്, നമുക്ക് അതിൽ കയറാനായിട്ട് ടിക്കറ്റ് എടുക്കാനായിട്ട് മിനി സ്റ്റേഷനിലേക്ക് പോയി. അപ്പോൾ ഗൈസ്, നമ്മൾ കാത്തിരുന്ന നമ്മുടെ ഊട്ടി ട്രെയിൻ ദാ വരികയാണ്. അപ്പോൾ കണ്ടപ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ തോന്നി. കാരണം ഊട്ടി ട്രെയിനകത്ത് ഒന്നാമത് കണ്ടിട്ടില്ല. നമ്മൾ അല്ലാതെ എന്താ പറയുക, ഇൻസ്റ്റയിലും അതുപോലെ ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുള്ളൂ. നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലും ത്രില്ലിലും ഒക്കെ ആയിരുന്നു. അപ്പം കൊണ്ടുപോയ യാത്രക്കാരെല്ലാം ഇറങ്ങിയിട്ട് വേണം നമുക്ക് കയറാനായിട്ട്. അപ്പം അതിനു വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ അടിച്ചു പൊളിച്ചു. അതിനുശേഷം നമ്മൾ അതിൽ നിന്നിറങ്ങി അടുത്ത നെക്സ്റ്റ് പോകാനായിട്ട് ആളുകൾ വെയിറ്റ് ചെയ്യുമായിരുന്നു. പിന്നെ അതുപോലെ അവിടെ കുറേ ചെടികൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ഗെയിമിംഗ് സെക്ഷൻ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 100 രൂപയായിരുന്നു അവിടുത്തെ ടിക്കറ്റിൻ്റെ ചാർജ്. ഷൂട്ടിംഗ് ആണ്, അതായത് ഒരാൾക്ക് 5 വട്ടം ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഏട്ടൻ 5 വട്ടം ഷൂട്ട് ചെയ്തു. ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ആ ചേട്ടനും 5 വട്ടം ഷൂട്ട് ചെയ്തു. അപ്പോൾ 5 വട്ടം ഷൂട്ട് ചെയ്തതിനകത്ത് ഒരു കുപ്പി പൊട്ടിപ്പോയി. അപ്പം ഫുൾ ബോട്ടിൽ നമ്മൾ ഫുൾ പൊട്ടിക്കുവാണെങ്കിൽ അവിടെ കുറേ ഗിഫ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ്റെ ഫ്രണ്ടും ഒരു കുപ്പി പൊട്ടിച്ചു.
പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് നടന്ന് ചെല്ലുമ്പോൾ കുറേ കുതിരകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ റേറ്റൊക്കെ തിരക്കിയപ്പോൾ അവർ പറഞ്ഞു ഒരു ഫുൾ റൗണ്ട് ചുറ്റുന്നതിന് 400-ഉം ഹാഫ് ആണെങ്കിൽ 200 രൂപയെന്നും. അങ്ങനെ ഞാനും ചേട്ടനും കൂടി കയറി. എനിക്ക് ഒറ്റയ്ക്ക് കയറാനായിട്ട് ഭയങ്കര പേടി. അതുകൊണ്ട് ഞാനും ചേട്ടനും കൂടെ കയറിയിട്ട് ഒരു ഫുൾ റൗണ്ട് ഫുൾ ചുറ്റി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടുന്ന് ചോളം വാങ്ങി കഴിച്ചു. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ നമ്മൾ തിരിച്ച് ക്വാർട്ടേഴ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോസൊക്കെ എല്ലാവരും ഒന്ന് കണ്ടിട്ട് വരിക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായിട്ട് ഈ വീഡിയോസ് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. അതുപോലെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.